നമസ്കാരം, ബിനുസിൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇപ്പം കുമരകം ലേക്ക് സോങ് റിസോർട്ടിലാണ്. 2014 മുതൽ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളൊരു പ്രീ വെഡിങ് ആണ് എടുക്കുന്നത്. നമ്മുടെ കപ്പിൾസ് റിജോയും ബെറ്റ്സിയുമാണ്. റിജോ യുഎസിലാണ്, ബെറ്റ്സി കാനഡയിലാണ്. രണ്ട് ഫാമിലി ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മളെ തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രീ വെഡിങ് എടുക്കാൻ വന്നപ്പോൾ രണ്ട് ഫാമിലിയിൽ നിന്നും അവരുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. റിജോയുടെ ബ്രദറും സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരുന്നു. ബെറ്റ്സിയുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഫാമിലിയൊക്കെ വിളിച്ചുകൊണ്ടിരുമ്പം ഈ സേവ് ദ ഡേറ്റ് എങ്ങനെ ആയിത്തീരുമെന്ന്. പക്ഷെ എല്ലാവരും ഫുൾ വൈബായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. എല്ലാവർക്കും നമ്മളെ അറിയാവുന്നതുകൊണ്ട് അത്രയ്ക്ക് ഫ്രീ ആയിട്ട് എല്ലാവരോടും ഇടപെടാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ. അപ്പൊ ഇത് വളരെ കുറച്ചേ ഉള്ളൂ വീഡിയോ, എന്തായാലും നിങ്ങൾ കാണണം. എങ്ങനെയാണ് നമ്മളൊരു പ്രീ വെഡിങ് ഡേയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, അവരെ നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആക്കി നിർത്താം, അല്ലെ അവരെങ്ങനെ നമുക്ക് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും കാണിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് കാണണം. പിന്നെ ചില ഗ്യാപ്പിലൊക്കെ ഞങ്ങൾ അവരോട് സംസാരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾ കാണുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഗൈസ്, ഈ വരുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയത്തില്ല, പറയാം. അത് ആരായിരുന്നു? അത് ഞങ്ങളുടെ ഹെൽപ്പറാണ്. പാവം ചേച്ചിയെ ഹെൽപ്പറാക്കിയോ? 1 കിലോമീറ്റർ നടന്നു. അതെ. നിങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞോ? അവരുടെ കൊച്ചിന്റെ ഫോട്ടോഷൂട്ട് എടുക്കാൻ സമയം. സ്വന്തം ചേച്ചിയാണോ? സ്വന്തം ചേച്ചി. പിന്നെ പേര് ചേച്ചി എന്നല്ലേ വിളിക്കണ്ടേ? അവളെന്ന് പറഞ്ഞു. അവരെന്നാണോ? മലയാളം അറിയത്തില്ല സത്യം പറഞ്ഞ. പല അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പലതും പറയും, അർത്ഥം അറിയില്ല, ചുമ്മാ കേട്ട് പറയുന്ന. ഇവരെ ഈ ദിവസം ഇങ്ങനെ ഉണ്ടോ? ഇവര് പറയും ഇവർ ആദ്യമായിട്ട് കാണുന്നവരാ, അവർക്ക് മുന്നേ പരിചയമില്ല. ആദ്യമായിട്ടോ? കള്ളം, പച്ച കള്ളം. സത്യത്തിൽ എന്താ ഒരു സംഭവം ഉള്ളത്? ഇവര് കുറെ വർഷങ്ങൾ മുമ്പുള്ള പരിചയമാണ്. പക്ഷെ ഇത് ദൈവം കറക്റ്റ്, അത് ദൈവമായിട്ട് തീരുമാനിച്ചത്. ദൈവം അല്ല, ദൈവമായിട്ട് തീരുമാനിച്ചു. ഷൈൻ നമ്പർ അവര് ചെറുപ്പത്തിലെങ്ങാണ്ട് പുള്ളിനെ പറയും എത്ര പഠിക്കാം. ഫോട്ടോ എത്ര ക്ലാസ്സിലുള്ളത്? 3ാം ക്ലാസ് പഠിക്കുമ്പോ റിജോയ്ക്ക് ഒരുപാട് സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സ്പാർക്ക് കൂടാനുണ്ടോ? അതാണ് അതിനകത്ത് സത്യം. ചില സമയത്ത് കണ്ട സത്യം ഉള്ളിൽ അറിയാതെ കള്ളം പറയാൻ പറ്റില്ല. എന്റെ മദറിലേക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ പേരെന്തോ? നീന. ആളെവിടെ? കാക്കനാട്. എന്റെ അന്വേഷണം പറയും കല്യാണത്തിന്. യൂട്യൂബിൽ എപ്പോഴും വീഡിയോ കാണുന്നതാണ്. സന്തോഷം. ചിരിക്കാതെ ഫോണിട്ട് കറക്കി കയ്യിലിട്ട് അവനെ അതോട് നോക്കി കളിപ്പിച്ച്, അവനെ അതോട് നോക്കി കളിപ്പിച്ചേ പുറത്തോട്ട്. അവൻ മുഖത്തോട് നോക്കി ചിരിച്ചത് നിങ്ങൾ. Okay, 3, 2, 1, come on. Very good. Come on, what? Enjoy. Wow. കൈ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടിച്ച് ബാക്കി നടിക്കും. Again? Yes, enjoy. Wow. ഇറുകിപ്പോല്ലേ? മുടി ഒരു സൈഡ് ഇട്ട് കാണിച്ച കുഴപ്പമുണ്ടോ? എന്നോട് ചെയ്തു കൊടുക്ക് ഐ ലവ് യു. ഈ കൈ കൊണ്ട് ചേർത്ത് കുറച്ച് ഫ്രീ ആയിട്ട് ഈ കൈ ചൂട് ഇറക്കി പിടിച്ചോളൂ. കണ്ടമോ? അല്ല, ഇത് ഓക്കെ തന്നെ. മറ്റേ കൈ ഇങ്ങനെ കയറ്റിക്കും. എന്നിട്ട് ഈ കൈ എഡ്ജിലേക്ക് പിടിക്കും. അല്ലല്ലേ? കൈ കൊണ്ട് ഇറുക്കിക്കോടോ അവരെ. ഇറുക്കി പിടിച്ച് ആളുടെ മുഖത്തോട്ട് നോക്കി ഇറുക്കി. യെസ്. ആളുടെ ചെവിയിലോട്ട് എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങൾ കേൾക്കില്ല. ഇങ്ങനെ ചിരിച്ചു ഇനി. യാ, വെരി നൈസ്. കുറച്ചുകൂടി ഇങ്ങോട്ട് നിങ്ങൾ നോക്കാം. ഓ സൂപ്പർ, അടിപൊളി. വെഡിങ് തുടങ്ങുന്നത് 10 മണിക്കാണ്. ഫോട്ടോഷൂട്ട് നമ്മൾ 8:30 to 9:30 രാവിലെ ഒരു 1 hour മണ്ഡപത്ത് വെച്ചെടുക്കാനാണ് പ്ലാൻ. ഗ്രൂംസ്മെൻസും ബ്രൈഡ്സ്മെൻസും. അത് ഈ ഫസ്റ്റ് ലുക്കും അങ്ങനെയുള്ള സംഭവമൊക്കെ. ആരാ മേക്കപ്പ് ചെയ്യുന്നത്? എനിക്ക് ജെനി പ്രൊഫഷണൽസ്. അവർ അവിടെ പോയി ചെയ്യണം അല്ലേ ചേച്ചി? അപ്പൊ ഷാർപ്പ് ടൈമിന് വരണം. നമ്മൾ അവിടെ ഡിലേ ആയാൽ മുഴുവൻ ഡിലേ ആകും. നമ്മള് പരിപാടി കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷൻ, ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൽ ബാക്കി എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കാൻ ഓർക്കണേ. അപ്പൊ നമുക്ക് ഗൗണിൽ അധികം പിക്ചർ കിട്ടില്ലല്ലോ. അപ്പൊ ഫസ്റ്റ് തന്നെ അത് ഷൂട്ട് ചെയ്യാം. 8:30 to 9:30 ഫോട്ടോ എടുക്കണം. ബെസ്റ്റ് ഐഡിയ ആണ്. ഇപ്പൊ നമ്മൾ കപ്പിൾസിനോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. കാരണം വെച്ചാല് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ട്. ഈ ഭയങ്കര സ്വപ്നങ്ങളാണ് എല്ലാ ബ്രൈഡ്സിനും അവരുടെ വെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അവർ ഒരുപാട് നാളെ റെഫറൻസ് ഒക്കെ എടുത്താണ് ഈ ഗൗൺ ഒക്കെ എടുക്കുന്നത്.
ഈ നമ്മുടെ ഒരു സെൻട്രൽ കേരളം അല്ല കേരളത്തിലേക്ക് വന്നാൽ ഒരു ശതമാനം ആൾക്കാർ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ റിസപ്ഷനിലേക്ക് പോകും. പക്ഷെ ഈ ഗൗൺ ഇട്ട് ഒരു നല്ല പടങ്ങൾ കിട്ടത്ത ഒത്തിരി പിള്ളേരെന്നോട് പറഞ്ഞു, വിഷമം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാവുന്ന കാര്യമുള്ളൂ, നമുക്ക് ആദ്യം ആ ഷൂട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ, നമുക്ക് അരമണിക്കൂർ മുമ്പേ വന്നാൽ മതി. പിന്നെ കണ്ടല്ലോ ആരും ഡിലേ ആവില്ല. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ ഒരു പെന്തിക്കോസ് രീതിയിലാണ് സ്റ്റേജിൽ പാസ്റ്റർമാരോട് നിന്നുള്ള ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ റിസപ്ഷനിലേക്ക് പോയാൽ മതി. അത് ഒത്തിരി സമയ ലാഭമാണ്. നിങ്ങൾ എന്തായാലും അങ്ങനെ തീരുമാനിച്ചത് ഒരുപാട് നല്ല കാര്യങ്ങളാണ്. അതെല്ലാവരും അങ്ങനെ ആണ്. കാരണം നിങ്ങളുടെ ഫോട്ടോ ഒന്നും കാണില്ലെന്ന്. ഈ വരുന്ന ഗസ്റ്റും ഈ ചടങ്ങ് മാത്രമായിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ലിവിംഗ് റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂം ആ ഒരു ഗൗണും ആ സ്യൂട്ടും ഒക്കെ ആ ഒരു ഡേ കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. പിന്നെ ഇത്രയും മേക്കപ്പ് ആ ഒരു ഫീൽ ഒന്നും പിന്നെ നെക്സ്റ്റ് ഡേ കിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ആർക്കും പൊതുവില്ലാത്ത രീതിയിൽ അരമണിക്കൂർ മുമ്പേ നമ്മള് പ്രോഗ്രാം നടക്കുന്നിടത്ത് വരിക, നമ്മൾ ആ കപ്പിൾ ഷൂട്ട് എടുക്കുക, നമ്മൾ പോയ സമയത്ത് തന്നെ നമുക്ക് പരിപാടി പങ്കെടുക്കാൻ കഴിയും. അപ്പൊ ഇന്ന് എന്നോടൊപ്പം റിജോയും വെക്സിയാണ്. റിജോ യുഎസ് നിന്നും ബേസി കാനഡയിൽ നിന്നുമാണ്. വളരെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൽ നിന്ന് പിന്നെ വലിയൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുള്ള രണ്ട് ക്യൂട്ട് കപ്പിൾസ് ആണ്. ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും ഭയങ്കര സിമ്പിൾ ആണ്. കാനഡ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. അവര് ഭയങ്കര സാധാരണക്കാരനായിരുന്നു. പുള്ളി മലയാളത്തിൽ ചില വാക്കുകളൊക്കെ നമുക്ക് പുള്ളിക്ക് അർത്ഥം അറിയാതൊക്കെ പറയുന്നുണ്ട്. എന്നാലും വളരെ സിമ്പിൾ ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയോട് തുടങ്ങാം. ആദ്യം നിവർന്നു നിന്നോ, ഫേസിലേക്ക് നോക്കി, കണ്ണിലേക്ക് നോക്കി, നാളിന്റെ സൗന്ദര്യമൊക്കെ ഒന്ന് കണ്ടേ. നല്ല ഹാപ്പി ആയിട്ടിരിക്കണേ. ചിരിച്ചേനി. യെസ് ബ്രോ, ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇവിടെ പിടിച്ച് കൈയുടെ അടിയിക്കിട്. ലിപ്സ് ഓപ്പൺ ആക്കി, തല ചരിയല്ലേ, കുറച്ചുകൂടെ നേരെ. പെർഫെക്റ്റ് ബ്രോ. അടുപ്പിച്ച ബ്രോ, ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് അങ്ങനെ ഇരിക്കണേ. തല ചരിക്കാൻ നോക്കി, നേരെ കണ്ണിലേക്ക് നോക്കി. ബ്രോ കുനിഞ്ഞ് വന്നേ. ചിരിച്ച് അവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങി, അങ്ങോട്ട് കിടന്ന് ഇവിടേക്ക് കിടന്ന്. അതിനപ്പുറം ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ നിൽക്കാമേ. ബ്രോ കൈ കൊണ്ട് ചുറ്റി പിടിച്ച് വന്നിട്ട് ഇങ്ങനെ ചിരിച്ച് കിടന്ന്. ആൾ ഇത്ര ഒതുങ്ങി പോണ്ടേ, ചൂടെ ഫ്രീ ആക്കി. മുടി കൂടെ ഫേസ് അല്പം കൂടി ഇങ്ങോട്ടും ഉണ്ടോ? അല്ലല്ല, ഉള്ളുകൊണ്ട് ഭയങ്കര ഹാപ്പി. ഓക്കെ ഡിയർ ബ്രോ. ആ കൈ തലയുടെ ബാഗ് വെച്ചാണ്ട് ബ്രോ ഞാൻ പറയുമ്പം പൊന്നി ഞാൻ മൂക്കൊന്ന് മുട്ടിക്കണേ. അല്ല ഇവര് പറയാണ് അവർക്ക് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ വേണം, എടുത്തു കൊടുക്കണോ? അതങ്ങനെയൊക്കെ എന്നോട് പറയൂ. സൈഡിലോ? അങ്ങനെയല്ല, ഞങ്ങളൊന്നും കാണുന്നില്ല, കുട്ടിയൊന്നുമില്ല. അവർക്ക് ഒറിജിനൽ സൗന്ദര്യ. നല്ല പിള്ളേർ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാം ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഫോട്ടോ എടുത്താൽ മതി. പിന്നെ എടുക്കുവാണ് ഞങ്ങൾക്ക് ഹാർഡ് ഡിസ്ക്. പക്ഷെ ബാക്കി അവർക്ക് ഹാർഡ് ഡിസ്ക് കൊടുക്കണം. അപ്പൊ നമ്മളിവരെയൊക്കെ പരിചയപ്പെടും. ബ്രോ ചെറുക്കന്റെ ചേട്ടനാണ്. ഇതെന്റെ വൈഫ് കേസിയ. അത് അവിടെ പോയി നിൽക്കാതെ ഇതിന്റെ അടുത്ത് നിൽക്കും. ഭാര്യ അടുത്ത് വരും. ഭാര്യ. ഓക്കെ, ഇത് പെണ്ണിന്റെ ചേച്ചി. ഇവൻ ഇവരുടെ ഹസ്ബൻഡ്. അവര് ചേച്ചിയും ചേട്ടൻ. ഇവര് 3ാം ക്ലാസ് തൊട്ട് നീ പറഞ്ഞ കഥ നീ പറഞ്ഞ 3ാം ക്ലാസ്സിൽ തൊട്ടല്ല, അത് റാൻഡമായിട്ട് സംഭവിച്ചതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തി. അവസാനം അതെല്ലാം ദൈവം പ്ലാൻ ചെയ്തതാണ്. ഇപ്പം ദൈവത്തിന് ചേട്ടാ, ഇനി എനിക്കൊരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. അവനിനി പരാതി പറയൂ. അവന്റെ ഫോട്ടോസ് എടുത്തു തരാം. അവന്റെ വർക്കൗട്ട് വീഡിയോസ് നമ്മൾ ഇറക്കാം. വന്നില്ല, ഉറക്കമാൻ ജിമ്മ് മിസ് ചെയ്യാൻ പറ്റില്ലാത്തോണ്ട് വന്നില്ല. മിസ് ചെയ്യാൻ പറ്റത്തില്ല, ഉറക്കം. കൊറേ നാൾക്ക് ഇത്ര ഫാമിലി ആയിട്ട് സേവ് ചെയ്തിട്ടെടുക്കാൻ വരുന്നത് കാണും. ആണോ? ഞങ്ങള് വിടൂല, അവിടെയും വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. അതെ അതെ അതെ. 20 കഴിഞ്ഞ് നിങ്ങൾ എന്തും ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. ഇവർക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാൻ അറിയത്തില്ല അല്ലേ? നമ്മള് ബാക്കിൽ ഇവര് ഭയങ്കര നിങ്ങൾ എല്ലാരും യുഎസും കാനഡയാണോ? ഞങ്ങള് ഇന്ത്യക്കാരാ, പട്ടാളാണ്. ഇന്ത്യ. ബ്രോ ഞാൻ പൂനെയിലൊരു IT കമ്പനിയിൽ ഞങ്ങള് യുഎസിലാണ്. ഇപ്പം വൈഫിന് വിസ കിട്ടി. ഇപ്പൊ ഞങ്ങള് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോവാം. അപ്പൊ നിങ്ങൾ ഇനിയും കാനഡയ്ക്കാണോ? അല്ല, യുഎസിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് യുഎസിലോട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഷൻ തീർന്നു. അടിപൊളിയായിട്ട് ഭയങ്കര റൊമാൻറ്റിക് കപ്പിൾസ് ആണെന്ന് വലിയ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല. കാരണം മഴയൊക്കെ ആയിട്ട് കിടന്നുകൊണ്ടിരിക്കാൻ അങ്ങനെ എന്തുകൊണ്ട് എടുക്കാമെന്ന്. പക്ഷെ ഒരു ക്യാമറ ഇല്ലാത്തപ്പോ ഭയങ്കര ഗോഷ്ടിയൊക്കെയാണ്. ക്യാമറയുടെ പുറകിൽ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ.
അങ്ങനെ ആദ്യത്തെ കോസ്റ്റ്യൂമിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളും ചെറിയൊരു ഗ്യാപ്പ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നതിന് ശേഷമുള്ള ഷൂട്ടാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോയി എടുക്കാനായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം എല്ലായിടും വെള്ളമാണ്, കപ്പിൾസ് ഒക്കെയാണ്, കല്യാണം വളരെ അടുത്തിരിക്കുന്നതുകൊണ്ട് ഓടാനോ ചാടാനോ അങ്ങനെയൊക്കെ തെന്നി വീഴുന്നുള്ള പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കാറില്ല. പ്രത്യേകിച്ച് വെള്ളത്തിൽ ഇറങ്ങാനോ റിസ്ക് എടുക്കുന്ന ഒരു സാധനത്തിന് ഞാൻ പ്രോത്സാഹിപ്പിക്കാറ്. കാരണം കല്യാണമാണ്, അറിയാമല്ലോ, കല്യാണ സമയത്ത് വളരെ കെയർ ആയിട്ടിരിക്കണം. അപ്പം കപ്പിൾസിന്റെ ഒരു സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. അവരെ നമ്മൾ കെയർ ചെയ്യുന്നു അവർക്ക് തോന്നി അവർക്ക് നമ്മളോട് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവും. അപ്പം അവരുടെ ഒരു താല്പര്യം അനുസരിച്ചാണ് നമ്മുടെ ഷൂട്ടുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഫാമിലിക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുന്ന തരത്തിലെ പടങ്ങൾ മാത്രം മതി. അങ്ങനത്തെ പടങ്ങളാണ് അവർക്ക് ഇഷ്ടം. നമ്മളും അങ്ങനെയുള്ള പടങ്ങളാണ് ഫോളോ ചെയ്യുന്നു. നമ്മുടെ പടങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നത്. അങ്ങനെ നിക്കില്ല, ആ ചിരി ഇങ്ങനെ ചെയ്യണം കേട്ടോ. റെഡി 3, 2, 1 come on. ഇങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് ഓക്കെ അത് ചേർന്ന് അങ്ങനെ കൈ കൊണ്ട് അമ്മൂട്ടി അല്പം വന്നു ഇങ്ങോട്ട് വെച്ച് എന്നിട്ട് മെല്ലെ ഇവിടെ കിടന്ന് കൈ താത്തിട്ട് കിടന്ന് കൈ താത്തി ഇങ്ങനെ കൊണ്ടുവരട്ടെ. എന്നിട്ട് ആളുടെ കൈകൊണ്ട് ഇവിടെ പിടിക്കണം. ഈ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഉറക്ക പിടിക്കണം. ആളപ്പോൾ സപ്പോർട്ട് ചെയ്ത് തരും. അത് സ്റ്റോറി പോലെ ചെയ്യാം. ഒന്നുകൂടെ എന്തായാലും കുഴപ്പമുണ്ട്. അങ്ങനല്ല, അത് ഇവിടെ പിടിച്ച ആളുടെ കൈയുടെ ഇങ്ങനെ പിടിച്ച് ഇനി കടന്ന് അങ്ങോട്ട് കൈ പിടിച്ച് ഓക്കെ. ഇനി നൂർന്ന് ക്യാമറ നോക്കട്ടെ, നൂർന്നു തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആളുടെ കണ്ണിലേക്ക് നോക്കി ആ ഒരു ആളുടെ ആ ഫേസിലെ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. മാറില്ലേ കഴിച്ചൂടെ ഇറക്കി പിടിക്കാം. ഇനിയും ബ്രോ കൈയുടെ അടി കൂടെ ഇനിയും ബ്രോ ചുറ്റി പിടിച്ച് അടി എന്നിട്ട് ചേർന്ന് ക്യാമറ നോക്കല്ലേ ഇങ്ങനെ അടിക്കും ബ്രോ. ഇപ്പോൾ ടേൺ ചെയ്യാൻ റെഡിയോ? ഓക്കെ. ഇനിയും പിടിച്ചോ ഞാൻ പറഞ്ഞോളൂ. യെസ്, ഇങ്ങനെ അടിക്കും. ക്യാമറ നോക്കല്ലേ കേട്ടോ. ഇവർക്ക് മാതൃകയാക്കാൻ എന്താ ഉള്ളത്? ചിന്തിക്കുന്നോ? ഞാനൊരു ലെറ്റർ ചെയ്ത് ചേച്ചിയുടെ മൂശാട്ടയൊക്കെ ചേട്ടായി സഹിക്കുന്നത് അച്ചാച്ചൻ മാതൃകയാക്കണം. നമുക്ക് ക്ഷമയാണ് അല്ലേ അല്ലേ ബ്രോ? കൈ വലത് കാണിച്ച് ഇതാ തോന്നുന്നു. അല്ല ശരിക്കും ഇതിന്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. അതിന്റെ ഉള്ളിലൊരു ഈ ലൈൻ കാണിച്ച് കണ്ടോ, ഈ ലൈൻ ഭയങ്കര സ്നേഹമുള്ള. പക്ഷെ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇതൊരു ലൈൻ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഇത് എത്ര പേരുടെ സ്നേഹം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊരു കൺഫ്യൂഷൻ. ഇവരങ്ങനെയില്ല, അവര് 3ാം ക്ലാസ് അതന്നെ. ഇപ്പോഴത്തെ കപ്പിൾസ് ഭയങ്കര രസമാണ്. അവര് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെ. പണ്ടായിരുന്നു അയ്യോ ഹസ്ബൻഡ് നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ വൈഫ് അങ്ങനെ മിണ്ടില്ല. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല, അവർ ഇടാപോടാ രീതിയാ. അവർക്കിപ്പോ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാം. എല്ലാം ഭയങ്കര ഈക്വൽ ഇതിലാണ്. മാറി ഭയങ്കര ഫ്രണ്ട്ലി, നല്ല രസം അവരോട് ജോലി ചെയ്യാൻ. എനിക്കൊന്ന് കൂടുതൽ അവർ അറിഞ്ഞ് മിനിമം ഒരു 6 മാസമെങ്കിലും പരസ്പരം അറിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങൾ 6 മാസത്തിൽ കൂടുതൽ സംസാരിച്ചായിരുന്നു. ശരിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ എത്ര ആളായി? 2 വർഷം. ന്യൂലി എന്ന് പറയുമ്പോ വെഡിങ് റിംഗ് മുറുക്ക പിടിച്ചേക്കുക. നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നു? ഞാൻ മമ്മിയുടെ ഫാമിലി പോലെ ചേച്ചിയുടെ ഡാഡിയുടെ ഫാമിലി എന്നുള്ള ചേട്ടനാണിത്. നമുക്ക് ബാക്കി പ്രേമിക്കണ്ടേ? വാ, അവര് പ്രേമിച്ച് കഴിഞ്ഞവരാ. ബ്രോയുടെ മുട്ടോടും ചേർത്ത് ലെഗിങ്ങനെ വെച്ച് ബാക്കിലോട്ട് ഇറക്കി വെച്ച് 2 പേരുടെ ചേരണേ. വീടല്ലേ അവിടെ തട്ടി തട്ടല്ലേ. ഫേസ് അല്പം ഇങ്ങോട്ട് കാണി, കുറച്ചുകൂടെ ഫേസ് ഇങ്ങോട്ട് ഉണ്ട്. പറയാമേ, വെയിറ്റ്. ഫേസ് ഇവിടേക്ക് നോക്കിയോ? യെസ്, ചേർത്ത് പിടുത്തത്തിന് നാച്ചുറൽ. യെസ് ബ്രോ, വെരി നൈസ് ബ്രോ. കൗളിങ് തല ഇങ്ങനെ ചേർത്ത് ആളുടെ അടുത്ത് എന്നെ നോക്കിയനി. യെസ്, നൈസ് ഡിയർ. അങ്ങനെ ഒന്നിങ്ങനെ നടന്നു വരുമോ?